സഹോദരങ്ങളെ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ വളരെ സഗൗരവത്തോടെ കേൾക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയത്തിന്റെ കാരണത്തിൽ ഒന്നാമത്തെ കാരണം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒന്നാമത്തെ കാരണം ഏതാണ്? അല്ലാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, നിസ്യാനു ദുനൂബിൽ മാദിയാ, നിസ്യാനു ദുനൂബിൽ മാദിയാ, കഴിഞ്ഞുപോയ പാപങ്ങളെ മറന്നു പോവുക, അവൻ ചെയ്തുപോയ തിന്മകളെ മറന്നു പോവുക, അവന്റെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴവുകളെ അവൻ മറന്നു പോവുക. നാം ചെയ്തുപോയ തിന്മകൾ, തെറ്റുകൾ, അതിനെ നമ്മൾ മറന്നുപോയാൽ അവൻ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഞങ്ങൾ 60, 70, 80, 90 വയസ്സുള്ള ഉപ്പമാരാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ ഓർമ്മകളിലുള്ള പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ പശ്ചാത്തപിക്കാൻ തയ്യാറാകണം. എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് സ്നേഹപൂർവ്വം ഞാൻ പറയുകയാ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, മനുഷ്യന്റെ ഇടയിൽ വെച്ച് ശ്രദ്ധിച്ചു ചെയ്തുപോയ പാപങ്ങൾ, അവരുടെ അസാന്നിധ്യത്തിൽ ചെയ്തുപോയ പാപങ്ങൾ, പകലിൽ ചെയ്ത പാപങ്ങൾ, പാതിരാവിന്റെ കൂലികളിൽ ചെയ്തുപോയ പാപങ്ങൾ, ഏത് പാപമാകട്ടെ അതിനെ മറന്നുപോയാൽ അവൻ പരാജയപ്പെട്ടു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കാരണം വഹിയ ഇൻദല്ലാഹി മഹ്ഫൂള, അത് അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ അതിന്റെ റെക്കോർഡുണ്ട്, അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആര് മറന്നാലും അല്ലാഹു മറക്കുകയില്ല, ആര് മറന്നാലും അതിനെ പൊറപ്പിക്കാതെ അല്ലാഹുവിന്റെ കോർട്ടിൽ നിന്ന് അത് മാഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്കൊരു പരലോകം വരാനുണ്ട്. എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരെ, ഇത് ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരെ, ഇത് അനശ്വരഭാവത്തിലുള്ള ഒരു ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരെ, വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവിന്റെ പരലോകം വരാനുണ്ട്. അത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അത് മരണത്തോടെയാണ് അതിന്റെ തുടക്കം. മരണം കൊണ്ട് ജീവിതത്തിന്റെ ഒടുക്കമല്ല. ഖാബിൽ അർവാഹ് കടന്നു വരുമ്പോഴാണ് ആ അറ്റമില്ലാത്ത ജീവിതത്തിന്റെ തിരശ്ശീല ഉയരുന്നത്. ആ സമയത്ത് എന്റെ നശിച്ചുപോയ, ഞാൻ നശിപ്പിച്ച യുവത്വമേ, എന്റെ രാവുകളെ, എന്റെ പകലുകളെ, എന്റെ ഊർജമുള്ള സമയങ്ങളെ, എന്റെ ആരോഗ്യമുള്ള, എന്റെ തിളപ്പുള്ള സമയമേ, ഞാൻ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമേ, എന്റെ ഭാഗത്ത് നിന്ന് വന്നുപോയ കൊടും ദോഷങ്ങളെ, അത് ചെയ്തവർ ഖേദിച്ചു പോകും. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ആര് അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്തിക്കൊള്ളില്ല പൊന്നുമോനെ. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ